കല്ലേങ്കാട്ട് നീലിയുടെ കോപമടക്കിയ കാവിനെക്കുറിച്ച് അറിയാം. പണ്ട് കല്ലേങ്കാട്ട് നീലി എന്ന അതിശക്തിയായ യക്ഷി രാത്രിയിൽ യാത്ര ചെയ്യുന്നവരെ ഉപദ്രവിച്ചിരുന്നു. അവൾ അതിസുന്ദരിയായ സ്ത്രീയുടെ രൂപത്തിലെത്തി ആളുകളെ ആകർഷിക്കുകയും പിന്നീട് അവരെ ഉന്മൂലനം ചെയ്യുകയുമുണ്ടായിരുന്നു. നീലിയുടെ ക്രൂരമായ ആക്രമണം കാരണം ആ പ്രദേശത്തെ ആളുകൾക്ക് രാത്രി യാത്ര ചെയ്യാൻ തന്നെ പേടിയായിരുന്നു. ഒരിക്കൽ ഭഗവാന്റെ വലിയ ഭക്തനായ മാധവൻ എന്നൊരു യുവാവ് ആ വഴി സഞ്ചരിച്ചു. പതിവ് പോലെ സുന്ദരിയുടെ രൂപത്തിലെത്തിയ നീലി മാധവനെ തന്റെ അടുത്തേക്ക് വിളിച്ചു. എന്നാൽ ഭഗവാനിൽ ഉറച്ച വിശ്വാസമുണ്ടായിരുന്ന മാധവൻ ഒരു മന്ത്രം ഉരുവിട്ടുകൊണ്ട് അവളെ അവഗണിച്ചു. തന്റെ മാന്ത്രിക ശക്തികളെ ഭക്തി കൊണ്ട് തടഞ്ഞ മാധവനോട് നീലിക്ക് ഭീകരമായ ദേഷ്യം വരികയും അവൾ തന്റെ ഉഗ്ര രൂപം കാട്ടി മാധവനെ ഉപദ്രവിക്കാൻ പിന്നാലെ കൂടുകയും ചെയ്തു. പേടിച്ചു വരേണ്ട മാധവൻ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് ഓടിക്കയറി. ഭദ്രകാളിയുടെ ശക്തി കാരണം നീലിക്ക് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. നീലിയുടെ ശല്യം വർദ്ധിച്ചപ്പോൾ ക്ഷേത്രത്തിലെ പൂജാരി ഭദ്രകാളിയോട് സങ്കടം പറഞ്ഞു. ഭക്തരെ ഉപദ്രവിക്കുന്ന നീലിയോട് ഭദ്രകാളിക്ക് കോപം വരികയും ഭദ്രകാളിയുടെ നിർദ്ദേശപ്രകാരം നീലിയെ ശാന്തയാക്കി അടുത്തുള്ള കാവിലെ ഒരു പ്രതിഷ്ഠയിൽ ആവാഹിച്ച് തളയ്ക്കുകയും ചെയ്തു. അങ്ങനെ നീലിയുടെ ഭീകരമായ ശക്തിക്ക് അതിരുകൾ നിശ്ചയിച്ചു. അന്ന് മുതൽ ആ കാവിൽ നീലിയെ ഒരു ഉപദേവതയെ ആരാധിച്ചു പോരുന്നു. ഭക്തന്റെ വിശ്വാസം എപ്പോഴും ദുഷ്ടശക്തികളെക്കാൾ വലുതായിരിക്കുമെന്ന് ഈ കഥ നമ്മെ ഓർപ്പിക്കുന്നു.